ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിറം ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓയിലിടുന്നത്, നമ്മുടെ മെഷീനിൽ ഓയിലിടുന്നതും എങ്ങനെയാണെന്നും അതുപോലെ തന്നെ നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് സൂക്ഷിച്ച് നമ്മുടെ ഇത് ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലൈൻറ്റ് കൂടാതെ മെഷീൻ ഉപയോഗിക്കാൻ കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഇതിലെ ബെൽറ്റ് ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ അടിവശത്താണ് ആദ്യം ഓയിലിടേണ്ടത്. നമ്മളതിങ്ങനെ ഉയർത്തി വയ്ക്കുക. അതിനുശേഷം ഇതിലെ ബോബിൻ കേസ് എടുത്ത് മാറ്റുക. ഒരുപാട് തയ്യൽ ഉള്ളപ്പോഴാണെങ്കിൽ മാത്രം ഒരു 2-3 ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഓയിലിടാം. ഇതിങ്ങനെ ഉയർത്തിയതിന് ശേഷം ആദ്യം ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിലെ പൊടി കംപ്ലീറ്റ് ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ വീൽ ബാർ അനക്കുമ്പോൾ ഇതിൽ അനങ്ങുന്ന ഭാഗങ്ങൾ എവിടെയാണെന്നറിയാം, ആ ഭാഗത്ത് അത്രയും നമ്മൾ ഓയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇത് ഇങ്ങനെ അനക്കിയിട്ടിടുന്നതാണ് നല്ലത്. എന്നാലേ ഇതിൽ ഓയിൽ എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ആയിക്കോളും. ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് പൊടി, നൂലിൻ്റെ, നമ്മൾ തയ്ക്കുന്ന തുണിയുടെ ചെറിയ നൂലൊക്കെ അതിൽ നിന്ന് ഇളവി ഇതിൻ്റെ ഇടയിൽ ഇരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നൂല് പൊട്ടിയിട്ട് വരുന്നതൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടാകും. അതെല്ലാം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വലിയൊരു സൂചിയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സീം പേപ്പറോ വെച്ചിട്ട് ഒന്ന് ഇളക്കി ശരിയാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നൂല് ചില സമയത്ത് തയ്ക്കുന്ന സമയത്തൊക്കെ നൂല് പൊട്ടുന്നതൊക്കെ അതുകൊണ്ടായിരിക്കും. ഇതിനിടയിലും ഇവിടെ കാണാൻ പറ്റും, അതായത് ഇത് തയ്ക്കുന്ന ഈ ഭാഗത്ത് അവിടെ നിന്നുള്ളത് നമുക്കിതുപോലെ തന്നെ മാറ്റി കൊടുക്കാം. ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കംപ്ലൈൻ്റ് ആവും. നമ്മൾ പിന്നീട് ഇത് മെഷീൻ കംപ്ലൈൻ്റ് ആകുമ്പോൾ നമ്മൾ സർവീസിനും ഇതിനൊക്കെ കൊടുക്കേണ്ടി വരും. അതിനേക്കാളും ഇതിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരുപാട് സ്റ്റിച്ചിങ് ഉണ്ടെങ്കിൽ നമുക്കിതൊരു 2-3 ആഴ്ചയിലൊരിക്കൽ ഇത് ചെയ്യുമ്പോൾ നല്ല ക്ലീൻ ആവും. അപ്പോൾ ഇതുപോലെ ഇവിടെ ഇടുക. ഇതിൻ്റെ ബോബൻ കേസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓയിലിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ വീൽ ബാർ ഇങ്ങനെ മൂവ് ചെയ്യുക. ഇനി ഇത് നമുക്ക് നേരെ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് എല്ലായിടത്തും ഓയിലിടണം. അപ്പോൾ അതെവിടെയാണെന്ന് വെച്ചാൽ ഈ മുകൾ ഭാഗത്ത് ഇടുന്നത് ഇപ്പം നമ്മൾ ഒരു 2-3 ദിവസത്തിലൊരിക്കൽ, മറ്റേത് അല്ലാതെ ഫുൾ ഇടുന്നത് ഒരു 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇട്ടാൽ മതി. ഇതിടുന്നത് ഒരു 2 ദിവസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ 2 തുള്ളി വെച്ചിട്ട് നമുക്ക് എല്ലാ ഇതിലും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിലൊക്കെ ഓയിൽ ഇടുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വീൽ ബാർ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് മൂവ്മെൻറ്റ് കൊടുത്തതിന് ശേഷം വേണം മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക ഈ ഒഴിക്കുന്ന സമയത്ത് അത്രയും. ഇതിനകത്ത് അതുപോലെ തന്നെ ഇവിടെ വീൽ ബാറിൻ്റെ ഇതിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ മൂവ്മെൻറ്റ് കൊടുത്താലേ നമ്മുടെ ഈ ഓയിൽ എല്ലാ ഭാഗത്തോട്ടും കറക്റ്റായിട്ട് ചെല്ലുന്നുള്ളൂ. അതുപോലെ ഇവിടെ ടെൻഷൻ ഡിവൈസിൽ, പിന്നെ നമ്മുടെ മെഷീനിൽ ചവിട്ടുന്നവരാണെങ്കിൽ ഈ ഭാഗത്ത്, അതുപോലെ തന്നെ ഈ ഭാഗം, പിന്നെ ഈ ഭാഗത്ത്, ഇപ്പുറത്തെ ഈ ഭാഗത്ത്, ഇത്രയും സ്ഥലത്തും നമ്മൾ ഇടണം. അല്ലെങ്കിൽ ഇവിടെയും ചവിട്ടുന്ന ഭാഗത്തൊക്കെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കും. അപ്പം
ഇടയ്ക്ക് എപ്പോഴെങ്കിലും അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്ക്രൂ, ഇവിടെ ഒരു സ്ക്രൂ ഇവിടെ വരുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് അഴിച്ചതിന് ശേഷം ഈ പ്ലേറ്റ് പോലെ ഇരിക്കുന്ന ഭാഗം നമുക്ക് മാറ്റാൻ പറ്റും. അതിനകത്തും ഇതുപോലെ പൊടി, അതുപോലെ നൂലിൻ്റെത്, തയ്ക്കുന്ന തുണിയുടെ ഭാഗമൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടും ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇതുപോലെ ഒരുപാട് തയ്ക്കുന്ന സമയത്ത് നൂല് കറക്റ്റായിട്ട് സ്റ്റിച്ച് വീഴാതെ, അതുപോലെ തന്നെ നൂല് പൊട്ടുന്ന കംപ്ലൈൻ്റ് ആയപ്പോൾ ഇതുപോലെ തന്നെ ഇത് ഓയിലൊക്കെ ഇട്ടതായിരുന്നു. അപ്പോൾ ഇതൊന്നുകൂടെ കാണിക്കുന്നതാണ്. ഇത് നമുക്ക് രണ്ടും അതേ സ്ക്രൂ മാറാതെ കറക്റ്റായിട്ട് വയ്ക്കുക. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് നല്ല വലിയ സൂചിയാണെങ്കിൽ അതെടുത്താൽ മതിയാവും. ഇത് വെച്ചിട്ട് ഇതുപോലെ പൊടി, അഴുക്ക് കണ്ടല്ലോ, ഇത് നൂലിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങളാണ്. ഇതൊക്കെ ഇവിടേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മെഷീൻ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അതുപോലെ സ്റ്റിച്ച് കറക്റ്റ് ആവില്ല. നമ്മളിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ചെറിയ പൊടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യണമെന്നില്ല. കണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് ഇരുന്നതാണ്. അപ്പോൾ ഇത് ഇരുന്ന് കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങിലൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം കണ്ടോ, ഇതുപോലെ ഇതിനകത്ത് ഒരുപാട് പൊടി, നൂലിൻ്റെ ഭാഗമായിരിക്കും കൂടുതലും. നൂല് പൊട്ടിപ്പോകുന്നതൊക്കെ അതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ തയ്ക്കുന്ന ചില തുണികൾ, വെൽവെറ്റ് പോലത്തെ അങ്ങനത്തെ തുണികളൊക്കെ ആകുമ്പോൾ അതിനകത്ത് ഇതിൻ്റെ തന്നെ നൂല് പോലെയുള്ള ഭാഗമൊക്കെ അകത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. അവിടെയും ശകലം ഇതുപോലെ ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് പഴയതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് 2 സ്ക്രൂവും കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം മുറുക്കാം. ഇതുപോലെ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, ആദ്യം ഓരോന്നായിട്ട് രണ്ടും ഒരേ ലെവലിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പ്ലേറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗവും ഓയിൽ ചിലപ്പോൾ മുകളിൽ ഒഴിക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും വീഴാൻ ചിലപ്പോൾ കറക്റ്റായിട്ട് വീഴില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗവും സ്ക്രൂ നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. മാറ്റി എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ്, നൂല് പൊട്ടുക, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോൾ ഇതുപോലെ ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്നത് ഭാഗത്തെല്ലാം കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ മാറുന്ന കംപ്ലൈൻറ്റൊക്കെ അതിൽ മാറും. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അതിൽ ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ റിപ്പയറിന് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഉള്ളതൊക്കെ ഇതുപോലെ നമ്മളിത് ചെയ്യുമ്പോൾ ഇതിലെ കംപ്ലൈൻറ്റൊക്കെ ഏകദേശം ഉള്ളതൊക്കെ മാറും. ഇതുപോലെ ഇവിടെയും ഇതിലും ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്ത് പൊടിയൊക്കെ തൂത്തതിന് ശേഷം ഓയിലിട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഇവിടെയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മുടെ വീൽ ബാർ അനക്കി കൊടുത്തുകൊണ്ട് വേണം ഓയിലിടേണ്ടത്. അപ്പോൾ അതെല്ലാ ഭാഗത്തോട്ടും കറക്റ്റായിട്ട് ചെന്നോളും. ഇനി പഴയതുപോലെ നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോഴും 2 ഭാഗത്തും ഒരുപോലെ തന്നെ ടൈറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ എത്രയും നമ്മൾ ടൈറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ മുകളിലും ടൈറ്റ് ചെയ്ത് അങ്ങനെ തന്നെ രണ്ടും ഒരേ ലെവലിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ഇത് പ്രഷർ കുക്കർ ഉയർത്തി വെച്ചിട്ട് നന്നായിട്ട് ചവിട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഓയിൽ കറക്റ്റായിട്ട് വീഴുന്നതിന് വേണ്ടിയാണ്.
അപ്പോൾ ഇതൊക്കെ ഓയിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഓയിലിടുന്ന സമയത്ത് ഇത്രയും ഭാഗം ഒരു 2-3 ആഴ്ചയിലൊരിക്കൽ നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ഓയിലിട്ട് കൊടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.